മോഷ്ടിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യം. മോഷണത്തെയും അതേപ്രകാരം വ്യഭിചാരത്തെയും ഒന്നിച്ചു ചേർത്ത് വിശ്വാസിക്കത് സാധ്യമല്ലെന്ന് പറയുന്ന ഹദീസുണ്ട്, പ്രസിദ്ധമാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖ് വലാ യശ്രിബുൽ ഖംറ ഹീന യശ്രിബുഹാ. ഇങ്ങനെയൊക്കെ കുറേ പ്രയോഗങ്ങൾ കാണാം. മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമല്ല, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസിയല്ല. പൂർവികരായ പണ്ഡിതന്മാർ അതിന് കുറേ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വ്യഭിചാരം നടക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഈമാനിനെ അള്ളാഹു ഉയർത്തിവെക്കുന്നതാണ്. എന്നിട്ട് വ്യഭിചാരാനന്തരം അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈമാൻ നൽകിയേക്കും. ആ വ്യഭിചാരത്തിനിടക്ക് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈമാനില്ലാത്ത മരണമായി തീരും. കള്ളുടിക്കുമ്പോൾ അങ്ങനെ തന്നെ, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈമാൻ ഒഴിവാക്കും. വേറെയും ചില വിശദീകരണങ്ങളുണ്ട്. ആധുനിക കാലത്ത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ചില വിശദീകരണങ്ങൾ, വിശ്വാസിയാകുന്ന ഒരു മനുഷ്യൻ വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചാരം സാധ്യമല്ല എന്നാണ്. എന്നുവെച്ചാൽ വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ തൽക്കാലത്തേക്ക് യുക്തിവാദിയായി മാറുന്നു എന്നാണ്. വ്യഭിചരിക്കുന്ന മനുഷ്യൻ തൽക്കാലത്തേക്ക് യുക്തിവാദിയായി മാറുന്നു. കാരണം യഥാർത്ഥത്തിൽ അവൻ മതവിശ്വാസം തുടരുന്നുവെങ്കിൽ, പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് മാറി കുഫറിലേക്ക് എത്തി എന്നല്ല ഞാൻ പറയണത്, ഈമാനിന്റെ ചൈതന്യം നിലനിൽക്കുന്നുവെങ്കിൽ, ഈമാനിന്റെ സൗന്ദര്യം അവൻ ആസ്വദിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അൽ ഹയാത്തു ത്വയ്യിബ, വിശുദ്ധ ജീവിതം അവന് സന്തോഷം തോന്നുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോകില്ല. അവൻ്റെ യുക്തിയെയാണ് അപ്പോൾ കൂട്ടു നിർത്തുന്നത്. വ്യഭിചരിക്കരുതെന്ന് പറയുന്ന ഖുർആൻ വചനം, നിരവധിയായ ഹദീസ് വചനങ്ങൾ തൽക്കാലത്തേക്ക് അവൻ ബോധപൂർവം മറക്കുന്നു. തൽക്കാലത്തേക്ക് ബോധപൂർവം അവൻ വിസ്മരിക്കുന്നു. എന്നിട്ട് യുക്തിവാദത്തിന്റെ പതിവ് രീതിയിലേക്ക് അവൻ എത്തുന്നു. നല്ലൊരു സന്ദർഭം, സുമുഖിയായൊരു പെണ്ണ്, ആരോഗ്യമുള്ള ഞാൻ, പിന്നെ എന്തിനാണ് ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടത് എന്നവൻ ആലോചിക്കുന്നു. ആ സമയത്ത് അവൻ തൽക്കാലത്തേക്കെങ്കിലും വിശ്വാസിയല്ല, യുക്തിവാദിയാകുന്നു. മദ്യപിക്കുന്ന ആളും അങ്ങനെ തന്നെ. നല്ലൊരു സന്ദർഭം കിട്ടിയിട്ട് സൗജന്യമായി കൂട്ടുകാരൻ്റെ കല്യാണത്തലേന്ന് മദ്യം വെച്ച് വിളമ്പിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കാൻ ഞാനെന്ത് വിഡ്ഢിയാണെന്ന് അവന് തോന്നുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വഹൽ അൻതും മുൻതഹൂൻ, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം പോലെയുള്ള വൃത്തികേടുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലേ എന്ന ആ ഒരു ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം പറഞ്ഞ് മതത്തിൻ്റെ ശീലുകളെ പുണരാൻ അവന് സാധിക്കണില്ല. പിന്നെന്ത് ചെയ്യുന്നു? അവൻ യുക്തിവാദത്തിലേക്ക് പോകുന്നു. എന്നുവെച്ചാൽ നല്ലൊരു സന്ദർഭം കിട്ടിയിട്ട് എന്തിനാണ് ഈ ആനന്ദം ഉപേക്ഷിക്കുന്നു എന്നവൻ ചിന്തിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാ യശ്രിബുൽ ഖംറ ഹീന യശ്രിബുഹാ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ഒരുത്തന് കളവ് നടത്താൻ പറ്റില്ല, കള്ളു കുടിക്കാൻ പറ്റില്ല, മദ്യപിക്കാൻ പറ്റില്ല. മറ്റ് മതം വിലക്കിയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. മതം വിലക്കിയ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരാൾ കളവ് നടത്തുന്നു, മോഷ്ടിക്കുന്നു. മോഷണം ഒരർത്ഥത്തിലും പാടില്ലെന്ന് പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും വ്യക്തമാക്കി പറയുന്നു. ഇത് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മോഷണത്തിലേക്ക് അവൻ ദുഷ്ടനാവില്ല. ആകുന്നുവെങ്കിൽ അസമയത്ത് ഇസ്ലാമിൻ്റെ ഈ പ്രമാണങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ചവനാണ് അവൻ. പിന്നെ താൽക്കാലികമായി അവൻ യുക്തിവാദത്തിൻ്റെ ശീലുകളിലേക്ക് പോകുന്നു. നല്ലൊരു സന്ദർഭം, ഇവനാണെങ്കിൽ കോടാനുകോടി രൂപയുണ്ട്, ഞാനാണെങ്കിൽ പട്ടിണിയിലുമാണ്, അപ്പോൾ കുറച്ച് മോഷ്ടിച്ചാൽ എന്താ എന്ന യുക്തിയിലേക്ക് അവനെത്തുന്നു. വിശ്വാസിക്ക് ഇത്തരം എല്ലാ വൈകൃതങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ മതപരമായി തന്നെ പ്രേരണ ലഭിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതം വിശുദ്ധമാകുന്നു.